ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും പിന്നെ വെള്ളപ്പത്തിനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു എഗ് റോസ്റ്റാണിത്. അപ്പോൾ അത് 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, മുളക് പൊടി, സാദാ മുളക് പൊടി ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ഒരു ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത് ചതച്ചെടുക്കുക. ഇനി ഇതാ ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. എഗ്ഗ് മിക്സ് ആക്കി വെച്ചില്ലേ അതൊന്ന് ചിക്കി എടുക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട, അതിൻ്റെ മുന്നേ കോരിയെടുക്കുക. അതേ കടായിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി മിക്സ് അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക, വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല പിന്നെ ഇതാ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക, തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുക. അതിലേക്ക് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ എഗ്ഗ് മിക്സ് ആക്കി വെച്ചില്ലേ അതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചാൽ അടിപൊളി എഗ് റോസ്റ്റ് റെഡിയായി.